ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ലോങ് റണ്ണിൽ എനിക്കൊരു 10-20 ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് എന്നെ മനസ്സിലാവണം, ഇത് ഇന്ന ആളാണ്. ഇപ്പം ടോവിനോൻ്റെ ഇവന്റിങ് കസിൻ അല്ല. ആ ടാഗ് മാറിയിട്ട് ഇപ്പം നിങ്ങൾ നേരത്തെ സെൽഫിയുടെ ടാഗ് മാറി എന്ന് പറഞ്ഞില്ലേ, ആ ടാഗ് മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ധ്യാൻ മുമ്പ് പറഞ്ഞില്ലേ, ധ്യാൻ ശ്രീനിവാസനായിരുന്നില്ല, ആദ്യം ശ്രീനിവാസന്റെ മോനായിരുന്നു, പിന്നെ വിനീത് ശ്രീനിവാസന്റെ അനിയനായിരുന്നു, ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനെ. ഇപ്പോ ബ്രഹ്മയുഗത്തില് മമ്മൂക്ക ചെയ്ത് വെച്ചേക്കുന്നത് എന്റെ അമ്മ ആ പടത്തിനെ ഒരു പെർഫെക്റ്റ് പടത്തിനെ മമ്മൂട്ടിന് മാത്രം ഒരാൾ വന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് പടത്തിനെ ഞാൻ കയറ്റി കൊണ്ടുപോയേക്കാണ്. അപ്പൊ ഞാൻ എന്നെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു പടം കണ്ടിട്ട് എന്റെ മോനെ ധീരജ് വന്നിട്ട് ആ പടത്തിന്റെ സ്കെയിൽ അങ്ങനെ കൂട്ടി. ടോവിനോട് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വിഷമമാണ് നമ്മുടെ ഇമോഷൻ എന്നുണ്ടെങ്കിൽ, വിഷമം ചെയ്യാനായിട്ട് ഒരു 100,000 പേര് ഇവിടെ ഉണ്ട്. ആ വിഷമത്തിന്റെ കൂടെ നിനക്ക് എന്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് നീ ഒരു നടനെ മാറുന്നത്. നിവിൻ ചേട്ടനാണ് ആദ്യം സിനിമയിൽ വന്നത്. നിവിൻ ചേട്ടൻ സിനിമയിൽ വരുമ്പോൾ പുള്ളി 2010 അദ്ദേഹം മലർവാടിയുടെ ഓഡീഷൻ. അപ്പോൾ ഓഡീഷനൊക്കെ പോകുന്നത് ഞാൻ നിവിൻ ചേട്ടൻ ഒരുമിച്ച് പോകണേ. അന്ന് കാലിന് വയ്യാണ്ട് ചേട്ടനെ ഞാനും കൂടി പോണേ. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഓഡീഷൻ കഴിയുന്നു, പുള്ളി ക്ലിക്കാവുന്നു, സിനിമയിൽ കയറുന്നു. അപ്പൊ അതിന് മുമ്പ് സിനിമയിൽ കയറില്ലായിരുന്നെങ്കിൽ നിവിൻ ചേട്ടൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോ എവിടെയും നടക്കാം, എനിക്ക് ലുലു മോളിൽ പോയി എവിടെയും ആരും എന്നെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുത്ത് ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഇടയ്ക്ക് 2-3 പേർക്ക് വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പോലെയല്ല, എനിക്കിപ്പോ ഭയങ്കര രസമുള്ള സമയമാണ്. എവിടെയും പോവാം, നടക്കാം, ആരും ശല്യമൊന്നും ചെയ്യുന്നില്ല. ഇപ്പോ ടോവിനോയ്ക്കോ നിവിൻ ചേട്ടനോ ലുലു മോളിൽ കയറി നടക്കാൻ പറ്റൂല, ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനെ കുറിച്ച്. പറഞ്ഞിട്ട് നടക്കേണ്ടി വരും. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ശക്തമായൊരു ഫ്രേസാണ്. അതുപോലെ തന്നെ ശക്തമായൊരു സിനിമയുടെ പേരാണ്. ആ സിനിമയിലെ നായകനാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ലെറ്റ്സ് വെൽക്കം ധീരജ് ടണ്ണി. നമസ്കാരം, വെൽക്കം ടു സെല്ലുലോയിഡ്. അപ്പോൾ എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷങ്ങളുണ്ട്. ഒറ്റടിക്ക് പുതിയ വിശേഷം ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞ പടം എന്ന് പറയുന്നത് ഉല്ലാസ് ബ്രോ ഡയറക്ട് ചെയ്യുന്ന സിജു വിൽസൺ നായകനായിട്ടുള്ള പടമാണ്. അതിലൊരു ACPയുടെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ കൽക്കിക്ക് ശേഷം കർണൻ, നെപ്പോളിയൻ, പിന്നെ ഇപ്പൊ മൂന്നാമതൊരു പോലീസ് ക്യാരക്ടറാണ്. പക്ഷെ മൂന്ന് രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. അതിന് ഷൂട്ട് കഴിഞ്ഞുള്ളൂ. ഇപ്പൊ കണ്ണൂരിനായിരുന്നു, ആളുടെ വീടിന്റെ അടുത്ത് ഷൂട്ട് കഴിഞ്ഞ് വന്നു, ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പരിപാടികൾ. കണ്ണൂർ കൊള്ളാം, നല്ല സ്ഥലം. ഞാൻ സത്യം പറയാൻ, നമ്മള് കേരളം എക്സ്പ്ലോർ ചെയ്യുമ്പോഴും കാസർഗോഡും കണ്ണൂരാണ് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങൾ. കോഴിക്കോട് വരെ നമുക്ക് എന്തെങ്കിലും ഈവൻസും പരിപാടി അധികം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും പേഴ്സണൽ റിലേറ്റീവ്സ് ആരും അവിടെ നിന്ന് അധികം വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് എൻ്റെ 2 കസിൻസിന്റെ ചേച്ചിമാര് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്നത്. അപ്പോൾ ഷൂട്ടിന്റെ പേരിൽ കണ്ണൂർ ഒരു മാസത്തോളം നിന്നപ്പോൾ കുറെ അടിപൊളി ആളുകളെ പരിചയപ്പെടാൻ പറ്റി, സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഫുഡിന് എന്തോരം ഓപ്ഷൻസ്, ഗംഭീര ഫുഡ്. അപ്പൊ അതും പിന്നെ ബീച്ചിലേക്ക് ഭയങ്കര രസമാണ്. ബീച്ചിലെ ക്രൗഡും നല്ലതാണ്. അതാ 2 കാര്യം. പിന്നെ ഞാൻ പേഴ്സണൽ നിൽക്കുന്നത് ആലുവയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ചെറായി ബീച്ചൊക്കെ ഇപ്പൊ കുറഞ്ഞു. അന്നത്തെ കുറെ ഇഷ്യൂവിന് ശേഷം നമുക്ക് ബീച്ചിന്റെ ഏരിയ ഇല്ലേ, ഇപ്പൊ നമുക്ക് ഫോട്ടോ വെച്ചാലും ബീച്ച് കുറവാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ ബീച്ച് മിസ് ആയി തുടങ്ങി. അപ്പൊ അവിടെ ചെന്നപ്പോ പഴയ ചെറായിയുടെ കുറവായി. അപ്പൊ അവിടെ കിട്ടി, അത് വീണ്ടും കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ കണ്ണൂർ ആക്ച്വലി നല്ല ഓർമ്മകളായിരുന്നു. അപ്പൊ എന്തായാലും നല്ലതന്നെ. അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മുടെ പോലീസ് കഥാപാത്രമാണ് ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്നെ പറ്റി എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യം കണ്ടത് കൽക്കിയിലെ ഒരു പോലീസ് വേഷമാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ലളിതാമ്മ നമ്മളൊരു സ്കൂൾ കുട്ടിയെ പോലീസ് ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വേഷമാണ്. അതിൽ നിന്ന് ഇപ്പം ഡിഫറെന്റ് ജോണേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ട്രൈ ചെയ്തു. എങ്ങനെ തോന്നുന്നു 3 ടൈപ്സ് എടുക്കുമ്പോൾ? അതായത് എനിക്ക് 3ലും ഓരോ പ്രൊമോഷൻ കിട്ടിയ പോയത്. കോൺസ്റ്റബിൾ ആയിരുന്നു കൽക്കിയിൽ, അതിനുശേഷം SI ആയി കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗില്. ഇപ്പൊ ഞാൻ ACP വരെ എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി ആ ലെവലിലേക്ക് പോകണം. അപ്പൊ 3ഉം എന്താ പറയുക, ഇപ്പൊ ഈ ഡെസിഗ്നേഷന്റെ കാര്യം ചുമ്മാ പറഞ്ഞു. ബേസിക്കലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് വ്യത്യാസമുണ്ട്. അതായത് ഗോവിന്ദൻ എന്ന് പറഞ്ഞ കൽക്കിയിൽ ചെയ്ത ക്യാരക്ടർ എനിക്ക് വളരെ ഡിയർ ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ മടിയനായ ഒരു മോൻ, സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത പോലെ തന്നെയാണ് പോലീസ് ഓഫീസിൽ പോകാൻ താല്പര്യമില്ല. അപ്പൊ അത് രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. അത് കഴിഞ്ഞ് കർണൻ, നെപ്പോളിയൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു പടത്തിന് മൊത്തം ഷോൾഡർ എൻ്റെ മേത്തുണ്ട്. ഞാനൊരു ഹീറോ ആണ് പടത്തിൽ. അപ്പോൾ എല്ലാ സീൻസിലും മോറോവർ എൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാത്തിലും നോക്കണം എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ട ക്യാരക്ടറിൻ്റെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ കലിക്ക് ചെയ്ത പോലെ എനിക്ക് ഒരു കേക്ക് വാക്ക് ആയിരുന്നില്ല. കുറച്ചും കൂടി എനിക്ക് എഫേർട്ട് എടുക്കേണ്ടി വന്നു കർണൻ, നെപ്പോളിയൻ ചെയ്യുന്ന സമയത്ത്.
ഇപ്പോൾ ഇതിൽ സിജു ചേട്ടൻ്റെ പടത്തിൽ ഇപ്പോൾ ഉല്ലാസേട്ടൻ്റെ പടത്തിൽ വന്ന സമയത്ത് ACPയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ എനിക്കിപ്പോൾ പരിധികൾ വിട്ടു പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് വളരെയധികം ഹാർഷായിട്ടുള്ള ഒരു വളരെ ട്രൂ ടു ഹിസ് ഡ്യൂട്ടി, ഒരു രീതിയിലും വിട്ടുവീഴ്ച വരുത്താതെ ആളുകൾ പിടിക്കണം. പുള്ളിനെ ഒരു സ്പെഷ്യൽ ടാസ്കിന് വേണ്ടി വിളിക്കുന്നതാണ്. ഇയാൾ ഇതിൽ വളരെ എക്സ്പേർട്ടാണ്. പുള്ളി എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഫോഴ്സിലെ ഒരു മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് വിളിച്ചു വരത്തിലും. അപ്പോൾ മൂന്ന് രീതിയിലുള്ള പോലീസ് ക്യാരക്ടേഴ്സ് ആണ്, ശരിയാണ്. പക്ഷെ ക്യാരക്ടേഴ്സ് വേറെയാണ്, മൂന്നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റിപ്പീറ്റഡ് ഫീൽ ഒന്നും കിട്ടിയില്ല. എനിക്ക് മൂന്നായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോൾ. പക്ഷെ ഫോർ മീ എനിക്ക് എപ്പോഴും പേഴ്സണലായിട്ട് ആ ഒരു ക്യൂട്ട് ക്യാരക്ടർ തന്നെ നിൽക്കും. എന്തോ എനിക്ക് ഇഷ്ടമായ ആ ഒരു ക്യാരക്ടർ. അന്ന് നമുക്ക് ആ ഒരു പുതിയ വ്യക്തിയാണ്, ഒരു പുതിയ ഫേസ് ആണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇന്നും മനസ്സിലൊരു ഇഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്റെയും ഉള്ളിൽ നിൽക്കുന്ന വളരെ ഡിയറായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഗോവിന്ദൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്വദേശി എന്ന് പറയുന്നത് ആലുവയാണ്. ഒരുപാട് മഹാരഥന്മാരൊക്കെ സിനിമയിലേക്ക് എത്തിച്ചേർന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ നാട് ഏതെങ്കിലും രീതിയിൽ ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഓക്കെ, നീ സിനിമയിൽ എത്തണം, ഒരു സിനിമാ പ്രവർത്തകനാവണം എന്ന രീതിയിൽ എന്തെങ്കിലും? സിനിമയല്ല, അതായത് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ നാടകങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. സെന്റ് ഡൊമിനിക്സ് എന്ന പള്ളിയുടെ പേര്. പാലുവിലെ മെയിൻ പള്ളി അതാണ്. അപ്പോൾ അവിടെ തന്നെയാണ് നിവിൻ ചേട്ടനും അൽഫോൺസ് പുത്രനും സിജു വിൽസൺ, അമല പോള്, കുറേ പേര് അവിടെ തന്നെ വന്നേക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ പറഞ്ഞത്, അതിന് മുമ്പത്തെ ജനറേഷനാണ് ബാബു പിള്ളാശ്ശേരി. അപ്പോൾ ഈ ബാബു പിള്ളാശ്ശേരിയാണ്, അദ്ദേഹമാണ് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തെരുവ് നാടകങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെ പള്ളിയും ആ പരിസരവും ആലുവയും ഒക്കെ നമ്മളെ ഇതിൽ കണ്ടമാനം ഇൻപുട്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ രാജഗിരിയിൽ ഞാൻ പഠിച്ചത്, ആ സ്കൂളിലും ഡ്രാമയും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊമോട്ട് ചെയ്തിരുന്നു. നമ്മുടെ ചുറ്റും പരിസരമൊക്കെ തന്നെയാണ്. അപ്പൊ നാട് എന്തായാലും അതിലൊരു മെയിൻ ഘടകമായിട്ട് വന്നിട്ടുണ്ടാവണം. അത് നമുക്ക് ഒരുപാട് ഇഷ്ടം കൂട്ടിയിട്ടുണ്ടാവണം. കാരണം നമ്മൾ എവിടെ പോയാലും ഈ ആലുവയിൽ ഇപ്പൊ ദിലീപേട്ടനാണെങ്കിലും മുമ്പ് ജോൺ അബ്രഹാം ആണെങ്കിലും അതിലൊക്കെ ഉണ്ട് ആർട്ടിസ്റ്റിൽ. ഇപ്പോൾ എൻ്റെ ഫർഗീസ്, കുറേ അധികം ആർട്ടിസ്റ്റിൽ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോഴായാലും കോമൺ ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് കാര്യം പറയും. അപ്പൊ നമുക്ക് അവരെ കുറിച്ച് കുറച്ച് അറിയാൻ പറ്റും, കൗതുകം കൂടും. അപ്പൊ നമുക്കും ആ ലൈഫ് സ്വീകരിച്ചാലോ എന്ന് ചിന്ത വരും. അങ്ങനെയൊക്കെ നാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും. സിനിമയും നാടും പറഞ്ഞു. ഇനിയിപ്പം ഫാമിലിയിലേക്ക് എത്തുകയാണെങ്കിൽ നിവിൻ ചേട്ടനും നേരത്തെ ടോവിൻ ചേട്ടനും ഒക്കെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ രണ്ടുപേരും സിനിമ പ്രവർത്തകരാണ്, നായക നടന്മാർ തന്നെയാണ്. ഒരുപാട് സ്റ്റൈലിഷ് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ ഫിലിമിലേക്ക് എത്തണം എന്ന് ഓഫ് കോഴ്സ് യെസ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗ്സോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടോ? ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് റിപ്പീറ്റ് മോഡാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ നോക്കാം. അതായത് നിവിൻ ചേട്ടനാണ് ആദ്യം സിനിമയിൽ വന്നത്. അപ്പോൾ നിവിൻ ചേട്ടൻ സിനിമയിൽ വരുമ്പോൾ പുള്ളി 2010 അദ്ദേഹം മലർവാടിയിലെ ഓഡീഷൻ. അപ്പോൾ ഓഡീഷനൊക്കെ പോകുന്നത് ഞാൻ നിവിൻ ചേട്ടൻ ഒരുമിച്ച് പോകണം. അന്ന് അദ്ദേഹം കാലിന് വയ്യാണ്ട് ചേട്ടനെ ഞാനും കൂടി പോകണം. അപ്പോൾ ചേട്ടൻ അവിടെ ഓഡീഷൻ കഴിയുന്നു, പുള്ളി ക്ലിക്കാവുന്നു, സിനിമയിൽ കയറുന്നു. അപ്പോൾ അതിന് മുമ്പ് സിനിമയിൽ കയറില്ലായിരുന്നെങ്കിൽ നിവിൻ ചേട്ടൻ എന്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു കോഴ്സ് പഠിക്കാനാണ് പോയിരുന്നത്. സ്വിറ്റ്സർലൻഡിൽ മറ്റോ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകേണ്ട ഒരാളാണ് ഇതിലേക്ക് വന്നത്. ഭയങ്കര കോയിൻസിഡൻഷ്യലാണ് നിവിൻ ചേട്ടൻ സിനിമയിലേക്ക് വന്നത്, വിനീത് ശ്രീനിവാസന്റെ പടത്തിലൂടെ വന്നത്. അപ്പോൾ അത് പുള്ളി വന്നു. അതിനുശേഷം ടോവിനോ വന്നു. ടോവി ഇതുപോലെ തന്നെ വളരെ കുറേ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങി. ടോവിയും അവൻ്റെ ഒരു കയറി വന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഈ നാടകം പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ രണ്ടുപേർക്കും അറിയാം എനിക്ക് അഭിനയം താല്പര്യമുള്ള സംഭവമാണ്. ഇപ്പം ഞാൻ പേഴ്സണലി അഭിനയത്തിനോടാണ് എനിക്ക് കൂടുതൽ ക്രേസ് ഉള്ളത്. അഭിനയിക്കണം. അപ്പോൾ അഭിനയിക്കാനാണ് എനിക്ക് കുറേ സോഴ്സ് ഉണ്ട്. എനിക്ക് മൈം ചെയ്യാം, സ്കിറ്റ് ചെയ്യാം, അമ്മിച്ചോർ നാടകങ്ങൾ ചെയ്യാം, ഡ്രാമ ചെയ്യാം, എന്തൊക്കെയോ ചെയ്യാം, സിനിമ ചെയ്യാം, ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അഭിനയം ആണ് എനിക്ക് താല്പര്യം. അതിനെ ഏറ്റവും കൂടുതൽ ഷോക്കേസ് ചെയ്യാൻ നല്ലൊരു രീതി. ഇപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും സ്റ്റാറ്റസ് പരമായിട്ടാണെങ്കിലും എക്സ്പോഷർ വൈസ് ആണെങ്കിലും നമുക്ക് എല്ലാം കൊണ്ടും ഗുണം സിനിമ തന്നെയാണ്. സിനിമ നമ്മൾ ചെറുപ്പത്തിൽ ഇഷ്ടപ്പെടുന്ന സംഭവം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചോദിക്കുന്നതും പറഞ്ഞു തരുന്നതൊക്കെ ചേട്ടന്മാർ തന്നെയാണ്. പിന്നെ പഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിവിൻ ചേട്ടൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചു, നിനക്ക് സിനിമയാണ് താല്പര്യം, എന്താണ് നീ സിനിമയോട് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ സിനിമയിൽ എന്താ ആഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കിട്ടില്ല. അപ്പം നമ്മൾ ബൈ പ്രൊഡക്ട്സ് അല്ല നമ്മൾ ശരിക്കും ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ നിവിൻ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പണവും പ്രസക്തിയും പരിപാടിയൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ്. അതിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർഗറ്റ് തെറ്റിപ്പോകും, നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും. അപ്പോൾ അഭിനയമാണെന്ന് എനിക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ല പടങ്ങൾ ക്രേസോടുകൂടി ചെയ്യാം. അത് ആ ഒരു ത്രില്ലോട് മുമ്പോട്ട് പോകുന്നതോടെ എത്രത്തോളം ഇൻവോൾവ് പോകുന്നതോടെ ഈ സാധനങ്ങൾ കൂടെ വന്നോളും. ഇങ്ങനെയൊക്കെയാണ് നിവിൻ ചേട്ടൻ്റെ ഒരു വേ ഓഫ് ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നത്. ടോവിനോട് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വിഷമമാണ് നമ്മുടെ ഇമോഷൻ എന്നുണ്ടെങ്കിൽ വിഷമം ചെയ്യാനായിട്ട് ഒരു 100,000 പേര് ഇവിടെ ഉണ്ട്. ആ വിഷമത്തിന്റെ കൂടെ നിനക്ക് എന്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് നീ ഒരു നടനെ മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ
അപ്പോൾ വിഷമത്തിൽ കൂടെ ചിലപ്പോൾ അയാൾ എന്തിനാണ് വിഷമിച്ചതിന് 10 തരം വിഷമം ഉണ്ടാവും. അതിൽ ഏതാണ് അയാളുടെ കുട്ടി മരിച്ചിട്ടുള്ള വിഷമമാണോ, ഭാര്യ ഹോസ്പിറ്റലായിട്ട് വിഷമമാണോ, അല്ലെങ്കിൽ അയാൾക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ട് ലോട്ടറി കീറിപ്പോയ വിഷമമാണോ, എല്ലാത്തിനും വേറെ വിഷമങ്ങളാണ്. അപ്പോൾ ആ എലമെന്റ് എക്സ്ട്രാ ഇടുന്നതാണ് പരിപാടി. അല്ലാതെ സ്റ്റീരിയോ ടൈപ്പ് അഭിനയം ഒഴിവാക്കിയിട്ട് ഒരു എക്സ്ട്രാ ഷെയ്ഡ്, ഒരു എക്സ്ട്രാ ലെയർ ഇടണം. ഇങ്ങനെ അഡ്വൈസുകളൊക്കെ കുറേ അഡ്വൈസുകൾ ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ റാൻഡം എനിക്ക് തോന്നി 2 പറഞ്ഞാണ്. ഇപ്പോഴും നമുക്ക് ഒരു ചോദിക്കാനൊരാളുള്ളത് ഇപ്പോഴും നല്ലൊരു സംഭവമാണ്. എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയിൽ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമായി. അല്ലാതെ ഇപ്പോൾ നിവിൻ ചേട്ടൻ ഇതുപോലെ പല അഡ്വൈസും ചോദിച്ചത് വിനീത് ചേട്ടനോടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ടോവി അഡ്വൈസ് ചോദിച്ചിരുന്നത് പൃഥ്വിരാജ് അദ്ദേഹത്തിനോടും ദുൽഖറിനോടൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ആരെങ്കിലൊക്കെ ഉള്ളത് നമുക്ക് നല്ലത് ഇൻഡസ്ട്രിയിൽ. നമുക്കൊരു ബലമാണ്, പിന്നെ തീർച്ചയായും പവറല്ലേ. അതെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇത് ഈ സിനിമയിലൊക്കെ എത്തുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും നിവിൻ്റെയും അതുപോലെ തന്നെ ടോവിനോയുടെയും കസിൻ ആണെന്ന് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ, എടാടാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരാം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ധീരജ് തൻ്റെ കൂടെ ഒരു ഫോട്ടോ എന്നുള്ളൊരു ആ ഒരു ജേണി ഉണ്ടല്ലോ, ഒരു ഇൻട്രസ്റ്റിംഗ് ജേണി, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? മലർവാടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനും നിവിൻചേട്ടനും കൂടി ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷന് പോയായിരുന്നു. അപ്പൊ നിവിൻചേട്ടൻ ഇപ്പൊ മലർവാടിയിൽ അഭിനയിച്ച് പുള്ളി ആക്ടറാണ്, പക്ഷെ അധികം ആർക്കും അദ്ദേഹത്തിന് അറിയില്ല. ഒരുപാട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഏതോ ഒരു ടാക്സി ഓടിച്ചിരുന്ന അതിലെ ഡ്രൈവറായിട്ടാണ് ഓടി വന്നിട്ട് നിവിൻചേട്ടനടുത്ത് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് നിങ്ങൾ മറ്റേ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ക്ഷയിക്കാനിരുന്നത് എന്നോട് ഫോട്ടോ എടുക്കാൻ പോഴാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനല്ല അഭിനയിച്ചേക്കുന്നത്, ഇദ്ദേഹമാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ഹൈറ്റും വെയിറ്റും എനിക്കുള്ളതുകൊണ്ട് സിനിമ നടനായിട്ട് എന്നെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ചമ്മലാണ് സംഭവിച്ചത്. ഇതെന്ത് പരിപാടി ഇത്, അന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളല്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവര് ആ സ്റ്റേജ് കഴിഞ്ഞ് പിന്നീട് എന്റെ ഫോട്ടോ ശരിക്കും എടുക്കാൻ തുടങ്ങിയപ്പോഴും എനിക്കിപ്പോഴും ആ ചമ്മല് മാറിയിട്ടില്ല. അതായത് കളിയാക്കുവാണോ ഒരു സാധനം ഉണ്ട്. കാരണം നമ്മളങ്ങനെ വലിയ സ്റ്റാർ പരിപാടി ആയിട്ടില്ല, ഇപ്പോഴും അപ്കമിങ് സ്റ്റേജിൽ തന്നെയാണ്. അപ്പൊ ആളുടെ ഫോട്ടോ ഇപ്പൊ എടുക്കാൻ വരുന്ന ആളുകൾ നമ്മളെ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അതിന്റെ ഒരു രസം കുറച്ച് കൂടുതലുണ്ട്. തീർച്ചയായും എനിക്കിപ്പോ എവിടെയും നടക്കാം, എനിക്ക് ലുലുമാളിൽ പോയി എവിടെയും ആരും എന്നെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുത്ത് ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഇടയ്ക്ക് 2-3 പേർക്ക് വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പോലെയല്ല, എനിക്കിപ്പോ ഭയങ്കര രസമുള്ള സമയമാണ്. എവിടെയും പോവാം, നടക്കാം, ആരും ശല്യമൊന്നും ചെയ്യുന്നില്ല. ഇപ്പോ ടോവിനോയ്ക്കോ നിവിൻ ചേട്ടനോ ലുലു മോൾ കയറി നടക്കാൻ പറ്റൂല, ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനെ കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് നടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പേഴ്സണലി ഇനി എടുക്കുകയാണെങ്കിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? സക്സസ് എന്ന് പറഞ്ഞൊരു നിങ്ങൾ പറഞ്ഞ സ്റ്റേജ് അല്ല, അതൊരു അതൊരു ഫേസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. എനിക്ക് അതാ കുറച്ചുകൂടി ഫീൽ ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു പടത്തിലെ ആളുകൾ ഹിറ്റ് അടിക്കാറുണ്ട്. ഹിറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് ഇനിയുള്ള ഒരു 10-15-20 വർഷം സ്ട്രഗിളിൽ നിൽക്കാന്ന് പറയുന്നതാണ്, അതാണ് സക്സസ്. അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ഇപ്പൊ എനിക്ക് ഈടൊന്നും കിട്ടാൻ പോണില്ല. അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ലോങ് റണ്ണിൽ എനിക്കൊരു 10-20 ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് എന്നെ മനസ്സിലാവണം, ഇത് ഇന്ന ആളാണ്. ഇപ്പൊ ടോവിനോന്റെയും നിവിന്റെയും കസിൻ അല്ല. ആ ടാഗ് മാറിയിട്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ സെൽഫിയുടെ ടാഗ് മാറി എന്ന് പറഞ്ഞില്ലേ, ആ ടാഗ് മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ധ്യാൻ മുമ്പ് പറഞ്ഞില്ലേ, ധ്യാൻ ശ്രീനിവാസനായിരുന്നില്ല, ആദ്യം ശ്രീനിവാസന്റെ മോനായിരുന്നു, പിന്നെ വിനീത് ശ്രീനിവാസന്റെ അനിയനായിരുന്നു, ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന കസിന്റെ രണ്ടുപേരും കസിനായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇന്ന് മാറി ഞാനൊരു എൻ്റെതായ ഒരു ഐഡന്റിറ്റിയിലേക്ക് വരുന്നു. അതിനുള്ളൊരു ബ്രേക്ക് ചെയ്യുന്നൊരു പടം വരണം, നല്ലൊരു ക്യാരക്ടർ വരണം. ആ ക്യാരക്ടർ വന്ന ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് നിലനിന്ന് പോവാന്നുള്ളതാണ് സക്സസ്. യെസ്, ഓക്കെ, അടിപൊളി ഡിസ്ക്രിപ്ഷൻ. എന്തായാലും ആക്ച്വലി ചേട്ടാ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് ഇന്റർവ്യൂസ് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നല്ല ഇപ്പം നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ലെവലിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, വസ്തുനിഷ്ഠമായിട്ട് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ നമ്മൾ വളരെ ഭംഗിയായിട്ട് വാക്കുകളെ കീറി മുറിച്ചുകൊണ്ട് പറയില്ലേ, നല്ല രീതിയിൽ ഓർഡർ ചെയ്ത് വെക്കുക. ആ രീതിയിലാണ് ചേട്ടൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക്
പേഴ്സണലി തോന്നുന്നത്. thank you. അപ്പോൾ എന്താണ് പഠിത്തവും എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ഈ ഭാഷയോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ? അയ്യോ, ഭാഷയോട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് കൂടുതൽ. ഞാൻ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്, പക്ഷെ നമ്മൾ കുറെ സംസാരിച്ചു. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ സംസാരിച്ച് ഇരിച്ച് ചില്ലായി പോകാൻ ഇഷ്ടം. ഞാൻ പഠിച്ചത് ബിടെക് ആണ്. ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. ബാംഗ്ലൂർ ഒരു 3.5 വർഷം ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്തു. അത് എളുപ്പമല്ല കിട്ടാനായിട്ട്, കാരണം എല്ലാവരും സോഫ്റ്റ്വെയറിൽ പോകുന്നത്. ഞാൻ കോറി തന്നെ നിൽക്കാൻ ഞാൻ ബുദ്ധിജീവി അല്ലടോ. അയ്യോ, ബുദ്ധിജീവി എന്റെ പിള്ളേരെ കേൾക്കണ്ട, കൂടുതൽ പിള്ളേരെ കേൾക്കണ്ട. പഠിപ്പിച്ചിട്ടും നല്ല, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ സപ്ലികളുടെ എണ്ണം കൂടി. 4 വർഷമാണ് ബിടെക്, 2 വർഷം സപ്ലി കിട്ടി തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി 4 വർഷം കൊണ്ട് പാസ്സാവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കാര്യങ്ങൾ മാറ്റി പിടിക്കണം എന്ന് തോന്നി. അങ്ങനെ ഒന്ന് നമ്പർ ഓഫ് സബ്ജക്ട്സ് ഇൻറ്റു ഒരു 3 അല്ലെങ്കിൽ 4 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ദിവസം ഞാൻ പഠിച്ചിട്ടുണ്ടാവും ബിടെക് മൊത്തം. അത് പഠിക്കാണ്ട് പാസ്സാകാൻ പറ്റൂല. അതാണ് എൻ്റെ ഒരു പഠിപ്പിന് ലെവലാണ്ട് പഠിപ്പിച്ചിട്ടൊന്നുമല്ല. പിന്നെ ചെറിയ കോപ്പിടിയും പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തായിരുന്നു, ജോലി ചെയ്യുന്ന സമയത്ത് നല്ലതായിരുന്നു. ആക്ച്വലി ബാംഗ്ലൂർ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയത്. ജോലി ചെയ്യുമ്പോൾ എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ കിടപ്പുണ്ടല്ലോ ആക്ടിങ്ങിന്റെ. അപ്പൊ ഞാൻ മോഡലിംഗ് ചെയ്തിരുന്ന ഒരാളാണ്, മറ്റേ റാം ബോക്സ് ഒക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം വിഷ്ണു പ്രദീപ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. അത് അത്യാവശ്യം കയറി കൊളുത്തി. അത് കൊളുത്തി കഴിഞ്ഞ സമയത്ത് എല്ലാവരും നമ്മളോട് അഭിപ്രായം പറയാൻ തുടങ്ങി, കൊള്ളാം, നല്ല അഭിനയമാണല്ലോ. ശരിക്കും ഒരു ആക്ടറിന് പൈസയൊന്നും നല്ല വേണ്ടേ, നല്ല അഭിനയമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ അതാണ് റെക്കഗ്നൈസ് ചെയ്യുക, ഒരു കയ്യടി കിട്ടുക. ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഹരം. നമ്മൾ ശരിക്കും എന്താണ് ആക്ടറിന് വേണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. പറഞ്ഞ പൊങ്ങച്ചാൽ പറയും പറയാത്ത, ശരിക്കും ഇതാണ് സംഭവം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പണ്ട് ഈ നമ്മൾ സ്കിറ്റൊക്കെ ചെയ്ത് സ്റ്റേജിൽ കിട്ടുന്ന കയ്യടി, ഡ്രാമ ചെയ്ത് കിട്ടുന്ന കയ്യടി, അതിൻ്റെ ഒക്കെ ഒരു ഉഷാറ് എനിക്ക് വീണ്ടും ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സാധനം കിട്ടി. അപ്പോൾ വാവ്. എന്നിട്ട് പിന്നെ ബാംഗ്ലൂർ ഓഫീസിൽ ഞാൻ 1-2 വീഡിയോസ് ഒക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ ടീമുണ്ട്, പിള്ളേരുടെ പ്ലസ്, അങ്ങനെ കുറെ ടീംസ്, അതൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ പരിപാടിയൊക്കെ ഒപ്പിച്ചു. അങ്ങനെ സിനിമ ലൈവാക്കി നിർത്തി ബാംഗ്ലൂരിൽ നിന്ന് ജോലി പതുക്കെ ഞാൻ റിസൈൻ ചെയ്തു. അത് ഞാൻ വേറൊരു ജോലി എടുത്തു നോക്കി. കാരണം ഇനി ഈ ജോലിയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമാണോ എന്ന് അറിയാനായിട്ട് രണ്ടാമതൊരു ജോലി നോക്കി. 9 months കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ജോലികളുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമായിരുന്നു. എനിക്ക് സിനിമ ചെയ്യണം, അതാണ് കാര്യം. നിർത്തി പോന്നു. ഇവിടെ വന്നു, ഓഡീഷൻസ് ഒക്കെ ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം പ്രിൻസ് ജിയോയുടെ കൂടെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം സുനിൽ ഇബ്രാഹിം സാറിൻ്റെ വൈകുന്നേർ പടത്തിന് ഓഡീഷനെ ക്രാക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് ഹിമാചല കശ്മീരിലും വാരികുടെ കൊലപാതകവും കൽക്കി, പിന്നെ അങ്ങനെ വന്ന് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് സിജുവിന്റെ പടത്തിലാണ്. അങ്ങനെ നിൽക്കുന്നു. അവിടെ വരെ എത്തി നിൽക്കുന്ന ഒരു ലോങ് ജേണിയാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ നേരത്തെയും തുടങ്ങുന്നതിന് മുൻപാണെങ്കിലും പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെട്ട് സംസാരിച്ചു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ, അലിഖിതമായ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത്തരത്തിൽ കുറച്ചൊന്ന് ഗൗരവം കാണിക്കണം. അങ്ങനെ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചില പ്രൊഫഷനിൽ ഉണ്ടാവും, ഓക്കെ ബൈ നമ്മുടെ ഒരു ബിഹേവിയർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷേ കുറച്ചൊന്ന് ഗൗരവമായിരിക്കണം. ജാട ഇല്ലെങ്കിലും കുറച്ചൊന്ന് ജാട ഇടണം. എനിക്ക് ചോദ്യം മനസ്സിലായി, ഉത്തരം ആലോചിച്ചിരിക്കുക. അതായത് ഭയങ്കര നല്ലവനായാലും സമൂഹം നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഇതിൻ്റെ ബേസിക് ഫാക്ട്. ഇപ്പോൾ പണ്ട് ആള് പറയാം, ഇപ്പോൾ ഒരാൾ തീരുമാനിച്ചിട്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളെ ഉപദ്രവിക്കും, യാതൊരു ഡൗട്ടും ഇല്ല, അയാളെ ഞാൻ നശിപ്പിക്കും. പക്ഷെ എന്നെ ഉപദ്രവിക്കേണ്ടെന്ന് തീരുമാനിക്കുക അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. അറിയാണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ എനിക്കൊരു പ്രശ്നമല്ല ബ്രോ. അത് അറിയാണ്ട് പറ്റിയതില്ല, എനിക്കും പറ്റും, ഞാൻ കുറെ തെറ്റ് പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലിനെയോ എന്നെയോ ത്രെട്ടി നിന്നൊരു സാധനം വന്നാലും എനിക്ക് പ്രശ്നമാണ്, അല്ലാതെ ബാക്കി എന്തും ഞാൻ ചില്ലാണ്. പ്രൊഫഷണലി വരുമ്പോഴും എൻ്റെ പ്രൊഫഷനെ റിസ്ക് ചെയ്യുന്ന എന്തെങ്കിലും എലമെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്താ പറയുക, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം നമ്മുടെ അഭിനയിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ഓടി രക്ഷപ്പെടാനും ശ്രമിക്കാം. ഞാൻ റിയാക്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ ഓടി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് മാറി നിൽക്കാൻ നോക്കും. കഴിവതും സെറ്റിൽ നമ്മൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാതെ എല്ലാവരോടും സ്നേഹത്തോട് സംസാരിച്ച് നിന്നാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കുറേ പേരുടെ മുമ്പിൽ നിന്നിട്ടാണ് പെർഫോം ചെയ്യണേ. അപ്പം അതിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് ചിലപ്പോൾ കിട്ടുമ്പോഴേക്കും നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻ ചിലപ്പോൾ മാറിപ്പോവാം. കാരണം നമ്മൾ അങ്ങനെ വലിയ എക്സ്പേർട്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ഇപ്പോഴും പഠിച്ച് വരണല്ലോ. അപ്പം ഞാൻ സെറ്റിൽ ചെന്നാൽ ഞാൻ എല്ലാവരോടും ഞാനായിട്ട് തന്നെ പെരുമാറും. അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല, ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. അത്
അങ്ങനെ പോട്ടെ, സാറില്ല പോട്ടെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് അതിന്റെ ഒരു ഇക്വേഷനൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. റിവെഞ്ച് ഉള്ളിൽ ഞാൻ വെക്കുന്ന ഒരാളല്ല, പക്ഷെ എന്നെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്തിരിക്കും, അത് ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. അവിടെ നിൽക്കട്ടെ, അത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് റെഡി ആയി പോകും. ലെസൺ അല്ല, ഞാൻ തന്നെ പഠിപ്പിക്കും. എന്നാലും അല്ല, അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ഉന്നം വെച്ച് വെക്കുന്നുണ്ടെങ്കിലും ഞാൻ സിറ്റുവേഷൻ എത്തുമ്പോൾ ഞാൻ വീണ്ടും ഒന്നും ചെയ്യാറില്ല. എനിക്ക് പല വട്ടവും നമ്മൾ ഉപദ്രവിച്ച ആളെ തിരിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സാറല്ല പോട്ടെ, ഇപ്പൊ നമ്മൾ അതിലും കുറച്ചുകൂടി മെച്ചൂർ ആവും. നമ്മൾ അന്ന് തിരിച്ച് അവനെ പണി കൊടുക്കണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മെച്ചൂരിറ്റി അല്ല ഇപ്പൊ നമുക്ക് മെച്ചൂരിറ്റി, നമ്മൾ കുറേ വലുതായി. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പോട്ടിടും സാറിനോട് അങ്ങനെ വിടും. സെറ്റിൽ നമ്മൾ ഇച്ചിരി എപ്പോഴെങ്കിലൊക്കെ ഫേക്ക് ആവണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അല്ലെങ്കിൽ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോട് എല്ലാവരും വളരെ സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഫേക്കായിട്ട് എത്ര നാൾ നിൽക്കും? സെറ്റിൽ 40 ദിവസമൊക്കെ ഷൂട്ട് ഉണ്ടെന്ന് നമ്മൾ എത്ര ദിവസം 40 ദിവസം ഫേക്കായിട്ട് നിൽക്കുമോ? നടക്കേണ്ട കേസല്ല. നമ്മളായിട്ട് 40 ദിവസം ചില്ലായിട്ട് 41 ദിവസം പാർട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോരാം. നല്ലത്. അത് വേറൊന്നും കൊണ്ടല്ല, ആക്ച്വലി ഫിലിം മാത്രമല്ല എല്ലാ പ്രൊഫഷൻ്റെയും കൂടെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഞാനും പേഴ്സണലി ആ രീതിയിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പ്രൊഫഷനിൽ സെയിം ആയിട്ടുള്ളവരാണേലും ക്രൂവിലുള്ളവരാണേലും കുറച്ചുകൂടെ ഒന്ന് ഗൗരവമൊക്കെ ആയിക്കൂടെ, പുറത്ത് കുറച്ചുകൂടെ ഒന്ന് ഗൗരവം, കുറച്ച് ജാടയൊക്കെ ഇട്ട് നടന്നൂടെ, എന്തിനാണ് ഇത്രയും സിമ്പിൾ ആവുന്നതെന്ന് ചോദ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ജാടയിട്ടവർ തന്നെ നേരെ മറിച്ച് യെസ് ആ ജാട ഒന്നുമല്ല, പെട്ടെന്ന് മെൽട്ടായി പോകുന്നൊരു സാധനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പൊ അതിൽ നിന്ന് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ് ജോലി നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. കാരണം നമ്മൾ ഇപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയിൽ ഒരു സീൻ അഭിനയിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് മാറിപ്പോ നിന്നാൽ തന്നെ ആൾക്ക് നമ്മളോട് ഇത്തിരി സ്നേഹവും ഇഷ്ടമൊക്കെ വരും. കാരണം അവന്റെ പണി വൃത്തിയിൽ ചെയ്യുന്നവനാ. അപ്പൊ അവനെ നമ്മൾ ഇത്തിരി സ്നേഹിച്ചാലും കുഴപ്പമില്ല, അവൻ നമ്മളോട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പിടിച്ച് മുമ്പോട്ട് പോകണേ. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കോൾഡ് പിടിച്ചിട്ടുണ്ടോ? യാത്രയൊക്കെ ആയിരുന്നു, അപ്പൊ അതിന് ചെറിയ ചുമയൊക്കെ കിട്ടി. ഓക്കെ, അപ്പൊ യാത്രയുടെ ഓട്ടമാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നേരത്തെ നമ്മൾ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഫിലിമൊക്കെ ഓരോന്നായിട്ട് റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും നമ്മുടെ സീന് വരുമ്പോൾ കൈയടിക്കുകയോ ചിരിക്കുകയോ ഇമോഷണലാവോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പേഴ്സണലി കേട്ടിട്ടുണ്ടാവില്ലേ, കണ്ടിട്ടുണ്ടാവില്ലേ? ഞാനിങ്ങനെ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തേക്കുന്ന ആകെ കൽക്കിയിലാണ് ആ ഒരു ഇമോഷണൽ ഒരു എംപത്തി എനിക്ക് ആളുകളിൽ നിന്ന് കിട്ടിയത്. ആ ക്യാരക്ടറിന് ഒരു എൻഡിങ് അങ്ങനെ ആയതുകൊണ്ടാണ് ആ എംപത്തി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. പിന്നെ ലളിതേച്ചിയുടെ KPC ലളിത എന്ന് പറയുന്നത് അത്രയും ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു മോൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഉണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞുള്ള പെർഫോമൻസ് ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. ഞാൻ ആലുവയിൽ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ അപ്പം അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. ചില സമയത്ത് ഞാൻ അവിടെ ആലുവയിൽ ഞങ്ങളുടെ സാധാ തിയേറ്ററിൽ കയറി ചെന്ന് ഞാൻ ബാൽക്കണിയിൽ സീറ്റൊക്കെ എടുത്തു. ഞാൻ ഇരിക്കുമ്പോൾ അറ്റത്ത് ഞാനിരിക്കണേ, അപ്പം അമ്മ അപ്പൻ ചേട്ടൻ അങ്ങനെയൊക്കെ ഇരിക്കണേ ഞങ്ങൾ. അപ്പം എൻ്റെ ഇപ്പുറത്തൊരു പുള്ളിയുണ്ട്, അദ്ദേഹം ഇരുട്ടത്തെ കണ്ടിട്ട് പോലും ഇല്ല ആരാ സൈഡിലിരിക്കുന്നത്. പടം കലിക്ക് തുടങ്ങി പടം തുടങ്ങി ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഇൻട്രോയിലൊക്കെ ആയി. അപ്പം ഇൻട്രോയിലായപ്പോഴും ഇയാൾ തിരിഞ്ഞ് സൈഡിലേക്ക് നോക്കണ പോലും ഇല്ല. അപ്പം ഞാനത് മനസ്സിലാവണമില്ല. അപ്പം ഞാനത് പ്രതീക്ഷിക്കുന്നു, കാരണം നമ്മൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഞാൻ അപ്പനോട് അമ്മയോടും ചോദിക്കുക ക്യാരക്ടറൊക്കെ എങ്ങനെയുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ മരിക്കണ സീനൊക്കെ സോറി ഇന്റർവെല് കഴിഞ്ഞ് ഞാൻ എന്തോ മറ്റേ കുടിക്കാനുള്ള സാധനമൊക്കെ മേടിച്ച് വന്നപ്പോൾ പുള്ളിനെ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മരിക്കണ സീനൊക്കെ വരുമ്പോൾ ഇയാള് ഇടയ്ക്കൊന്നും ഇങ്ങനെ നോക്കും, പിന്നെ നോക്കണം, പിന്നെ പുള്ളി കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ എനിക്ക് മറ്റേ ഞാൻ മരിക്കണ സീനിൽ ഒരാൾ കരയുമ്പോൾ എനിക്ക് ശരി സന്തോഷമാണ് വന്നത്. അത് പറയാൻ പാടില്ല, എന്നാലും പറയാണ്. അപ്പൊ അത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് സിനിമ കഴിഞ്ഞ് പുള്ളിയുടെ അടുത്ത് നേരിട്ട് വന്ന് കുറച്ച് സംസാരിച്ചു. പുള്ളിയുടെ കൂടെ ഉള്ള അപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ ഇതുപോലെ തന്നെ ഒന്ന് സംസാരിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു ഇമോഷണൽ ആയിട്ട് എൻ്റെ ക്യാരക്ടറിനെ എനിക്ക് പ്ലേസ്ഡ് ആയിട്ട് തോന്നിയത്, അതായത് സക്സസ്ഫുള്ളി പ്ലേസ്ഡ് എന്ന് ഫീൽ ചെയ്ത ഒരു മൊമെന്റ് അതായിരുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞു തിയേറ്ററിൽ പോകുമ്പോൾ തൊട്ടടുത്തിരിക്കാൻ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആഡ് ഓൺ ആയിട്ട് വൈഫും കൂടെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ലൈഫിലേക്ക് വന്ന മാറ്റങ്ങൾ? സിനിമയിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? വൈഫ് വന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ കമ്പാനിയൻഷിപ്പിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാരണം ഞങ്ങൾ ഒരു 8 വർഷത്തോളം പ്രണയിച്ച് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഇനി പറ്റാനുള്ള, കാരണം ഇനി വാ എന്റെ കൂടെ വായോ, ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേർണി, ആ ഒരു മോഡ് എത്തി. അപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഇപ്പൊ എനിക്ക് ആ ഡിസിഷൻ കുറച്ചുകൂടി നേരത്തെ ആവാരെന്ന് തോന്നി. ഞാൻ കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നി കല്യാണം കഴിക്കാൻ. ഞാൻ എൻ്റെ 31 ആണല്ലോ ഞാൻ എൻ്റെ കല്യാണം കഴിച്ച സമയം. എനിക്കൊരു 27-28 കെട്ടിയാൽ മതിയായിരുന്നു തോന്നി. കാരണം ഇപ്പൊ എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരും പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം ലൈഫ് സെറ്റിൽ ആയി തുടങ്ങി കഴിഞ്ഞാൽ അപ്പം കല്യാണം കഴിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളല്ലേ, ഇതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. എനിക്കത് വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എനിക്കിപ്പോൾ ഞാൻ
ചെയ്ത തീരുമാനം ഇതുവരെ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. ലൈഫ് കളറാണ്. ലൈഫ് കളറാണ്, രസമാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇപ്പം സിനിമയിൽ എന്തായാലും സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്, അഭിനയം സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഡ്രീം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് വെച്ചതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരാൾ ചെയ്തു വെച്ച സംഭവം നമ്മൾ റിപ്പീറ്റ് അടിക്കുന്നതാണ് ഏറ്റവും റിസ്ക് ഉള്ള സംഭവം. കാരണം അവിടെ നമുക്ക് പാളാനുള്ള ചാൻസ് കൂടുതല. അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയാം. അതായത് ചില സ്ക്രിപ്റ്റൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് ചില ക്യാരക്ടേഴ്സിന് ഡെപ്തും ഷെയ്ഡ്സ് ഒക്കെ പറയും. അതായത് ആ ക്യാരക്ടറിന് പെർഫോം ചെയ്യാനായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒക്കെ നമുക്ക് ചെയ്താൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചെയ്ത് വെച്ച് കഴിഞ്ഞ ക്യാരക്ടേഴ്സിനൊക്കെ ഇപ്പോൾ ആനിമലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ മുന്നേ അയാൾ എന്ത് ഗംഭീരമായിട്ട് ചെയ്തതാണ്. പക്ഷെ ഇനി എനിക്ക് ആനിമൽ ചെയ്യണ്ട. എനിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ അമ്മ ആ പടത്തിനെ ഒരു പെർഫെക്റ്റ് പടത്തിനെ മമ്മൂട്ടിനെ പോലത്തെ ഒരാൾ വന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് പടത്തിനെ ഞാൻ കയറ്റി കൊണ്ടുപോയേക്കാണ്. അപ്പം ഞാൻ എന്നെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു പടം കണ്ടിട്ട് എൻ്റെ മോനെ ധീരജ് വന്നിട്ട് ആ പടത്തിന്റെ സ്കെയിൽ അങ്ങോട്ട് കൂട്ടി, മനസ്സിലാവണല്ലേ? അതായത് ആ ക്യാരക്ടറിനെ പുള്ളിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അവൻ ധീരജ് അല്ലാണ്ട് അവിടെ നമുക്ക് വേറെ കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് കേൾക്കാൻ ആഗ്രഹം. ഇതൊക്കെ കേട്ടാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇത് മതി. അതിനുവേണ്ടി കഷ്ടപ്പെടാനും ഇഷ്ടമാണ് എനിക്ക്. അതിനുവേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകാനും ഇല്ല. അത് രസമുള്ള പരിപാടിയാണ്. അത് നമ്മൾ കുതിര ഓടിക്കാൻ പഠിക്കണം, പഠിക്കാം. അതിനപ്പം എന്താ, അപ്പം നമുക്ക് ലൈഫിൽ ഒരു സ്കില്ല് നമുക്ക് എക്സ്ട്രാ പഠിക്കാൻ പറ്റി. ഇനി അതിനുവേണ്ടി കളരിപ്പയറ്റ് പഠിക്കണം, പഠിക്കാം. അതിനപ്പം എന്താ, അപ്പോൾ കളരിപ്പയറ്റും പഠിക്കാൻ കിട്ടി. അപ്പോൾ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങൾ നമുക്ക് ഇതൊക്കെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. സിനിമയുടെ ഗുണം അതാണ്, നമുക്ക് കുറെ പരിപാടി പഠിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റും, പഠിക്കാനും പറ്റും. ഏസ് ഓഫ് ഓൾ ജാക്ക് ഓഫ് നത്തിങ് ആയിരിക്കും. പക്ഷെ അടിപൊളി പരിപാടിയാണ്. സോറി, ജാക്ക് ഓഫ് ഓൾ ഏസ് ഓഫ് നത്തിങ്. അപ്പൊ എന്തായാലും സിനിമ എന്ന് പറയുന്ന, അഭിനയം എന്ന് പറയുമ്പോൾ ഒരുപാട് ആ ഒരു സംഭവം പറയുമ്പോൾ തന്നെ ഇങ്ങനെ എനർജി ലെവൽ അപ്പ് ചെയ്യാണ് അല്ലെ? എപ്പോഴും ഈ സിനിമ അഭിനയം, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയും അഭിനയം ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ എനർജി ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഭിനയം എന്നല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് താല്പര്യമുണ്ടോ? ബിസിനസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തോന്നിയിട്ടുണ്ട് പണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരു ബിസിനസ് പരിപാടി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സിനിമ കാര്യങ്ങൾ വർക്കൗട്ട് ആവൂല. രണ്ടുകൂടി ഒരുമിച്ച് കൊണ്ടുനടക്കാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് മൾട്ടി ടാസ്കിങ് ഇത്തിരി പിന്നോട്ടാണ്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വൃത്തിയിൽ ചെയ്യും, രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടും കോളാവും. അതുകൊണ്ട് സിനിമ കാര്യങ്ങൾ ഇപ്പം ഞാൻ വൃത്തിയിൽ ചെയ്തിട്ട് ഇൻ ദ ഫ്യൂച്ചർ അതിന്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ടീമിനെ മാനേജ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ള ഒരു കപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ടീമിനെ അസൈൻ ചെയ്തിട്ട് എൻ്റെ ബിസിനസ് പരിപാടികളൊക്കെ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കും. അത് ഒരു പ്ലാനാണ്. പിന്നെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പണവും അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് സിനിമയിലേക്ക് തന്നെ ഇറക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പ്രൊഡക്ഷൻ ഹൗസ് എന്നല്ല ഉദ്ദേശിച്ചത്. അത് ഏത് രീതിയിലാണ് എനിക്കറിയില്ല, അത് ചിന്തിക്കേണ്ടി വരും. കാരണം നമുക്ക് ഈ ഫീൽഡിനെ, മലയാളം ഇൻഡസ്ട്രി എന്ന സംഭവത്തിന് ഭയങ്കരമായി പൊക്കിയേ പറ്റൂ. കഴിഞ്ഞ 2 ആഴ്ച ഇറങ്ങിയ 3 പടങ്ങൾ ഞാൻ പറയാം. അപ്പോൾ രാഹുൽ സദാശിവന്റെ ബ്രഹ്മയുഗം, ഗിരീഷ് ഷെട്ടിയുടെ പ്രേമലു, നമ്മുടെ ഡാർവിൻ ചേട്ടന്റെ അന്വേഷിപ്പും കണ്ടെത്തും. 3 പടവും 30 കോടി കളക്ട് ചെയ്തു. തിയേറ്ററിൽ നിന്ന് മാത്രമല്ല, ഗ്രോസ് ഞാൻ പറഞ്ഞത് 1.5 ആഴ്ച കൊണ്ട് 30 കോടി കളക്ട് ചെയ്തു. അതായത് മലയാളത്തിൽ 3 പടത്തിന് ഒരുമിച്ച് ഹിറ്റ് ആവാനുള്ള കപ്പാസിറ്റി ഇപ്പം ഉണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമുക്ക് പേരെടുത്ത് പറയാം. പണ്ട് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം 2 സ്റ്റാറുകളുടെ പടം ഒരുമിച്ച് ഇറങ്ങും. ഏതൊരു 2 പടം നന്നായാൽ പോലും ഒരു ടീം മറ്റേ പടത്തിന്റെ ടീമിൽ ചെന്ന് കൂവിക്കലും അങ്ങനെ കേട്ടില്ല, കഥകൾ കേട്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത്രയും തിയേറ്റേഴ്സ് ഇല്ല, ഓഡിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അന്ന് ഒരു പടം ഹിറ്റ് ആവാനുള്ള സെറ്റപ്പ് ഉള്ളൂ, ഒരു പടം ഹിറ്റ് ആവാൻ പാടുള്ളൂ, മറ്റേ പടം ഹിറ്റ് ആവാൻ പാടില്ല. ഇതാണ് അന്നത്തെ നിയമാവലി. ഇപ്പൊ അങ്ങനെയല്ല, 3 പടം ഹിറ്റാവും. ഇപ്പൊ പ്രേമലു പ്രൊമോഷൻ ടീംസ്, അന്വേഷണം കണ്ട പ്രൊമോഷൻ ടീംസിനെ കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് പ്രൊമോഷൻ ചെയ്താലും ഒരു കുഴപ്പമില്ലാന്ന്. ഓഡിയൻസ് ഏത് കണ്ടന്റ് ആണെങ്കിലും നല്ല കണ്ടന്റ് വന്ന് കാണാനും ഹിറ്റ് ആക്കാനുള്ള സ്പേസ് ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പടങ്ങൾ വരേണ്ടതും അങ്ങനെ തന്നെയായിരിക്കും. കാരണം സിനിമകളിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പടങ്ങൾ കുറേ പാരലിൽ വന്നാലും റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ വരും ഇൻഡസ്ട്രി. ആരെങ്കിലും ചേഞ്ചിലേക്ക് വരും. ഇച്ചിരി ക്രൈസിസിലാണ്, മാറും. അപ്പോൾ സിനിമയെ കുറിച്ച് അഭിനയം എന്നതിന് ഉപരി ഒരുപാട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലേ? അല്ല, അങ്ങനെ റിസർച്ച് അല്ല, നമ്മൾ ആളുകൂടെ നടക്കുമ്പോൾ ആ കിട്ടുന്ന അറിവുകളും നമ്മുടേതായ ഒരു പരിപാടി. അപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇനിയിപ്പോൾ ഒരു ഡ്രീം മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒരുപാട് മഹാരഥന്മാരുണ്ട്, ഒരുപാട് സിനിമ നായകന്മാരുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ അഭിനയിക്കണമെന്നോ, അവരുടെ കൂടെ അവരിൽ നിന്ന് ഒരു നല്ല വാക്ക് ലഭിക്കണമെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം മൊമെന്റ് എന്തെങ്കിലും ലൈഫിലുണ്ടോ? എല്ലാവർക്കും ഉള്ളതല്ലേ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുന്നത്?
ഈ പറഞ്ഞ രണ്ടുപേരും അത് തന്നെയാണ് നമ്മുടെയും ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളരുന്ന. ഇപ്പോൾ ബ്രഹ്മയുണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മമ്മൂക്കയോട് വേറെ ലെവൽ ആരാധനയായിട്ട് ഇരിക്കണേ. അപ്പോൾ ഇവരാരെങ്കിലും എൻ്റെ ഒരു പടം കണ്ടിട്ട് ധീരജ് അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് മൊമെന്റ് ആയിരിക്കും അല്ലേ, ഭയങ്കര രസമുള്ള മൊമെന്റ് ആയിരിക്കും. ഇവരുടെ കൂടെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ചന്തുനാഥ് എൻ്റെ വളരെ ക്ലോസുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറയാറുണ്ട്, അതായത് അവന് രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് നീ എക്സ്പീരിയൻസ് ചെയ്യണം, നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ആ മിഷ് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുട്ടി ചോദിച്ചപ്പോൾ ഞാൻ ആ ഒരു മൊമെന്റ് ഉണ്ടാവട്ടെ, ആ മൊമെന്റിൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യവും ആ ഒരു ശക്തിയും എനിക്ക് വേണം. അല്ലാണ്ട് ഇത് കുറേയൊക്കെ നമ്മൾ ആ മൊമെന്റിൽ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഡയലോഗ് പറയലല്ല, ആ മൊമെന്റിൽ നമുക്ക് ഫീൽ ചെയ്യും ഇന്ന സാധനം ചെയ്താൽ അടിപൊളിയായിരിക്കും. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടണം. അപ്പോൾ എനിക്ക് വേറെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ആളൊക്കെ വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ബ്ലോക്കായി പോകുന്നതാണ്. ഡയലോഗ് മാത്രം പറഞ്ഞ് നമ്മൾ മറ്റേ ഓരോ അരിയും പെറുക്കി അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ചെറുപ്പം തൊട്ടൊക്കെ ആരാധിക്കുന്ന ഒരാളാണ്. റിയൽ ലൈഫിൽ ഒരു വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റാർ സ്ട്രക്ക് ആയി പോകും നമ്മൾ. അപ്പൊ അങ്ങനെയൊന്നും ആവാതെ വൃത്തിയിൽ അഭിനയിച്ച് അവരുടെ നല്ല രണ്ട് വാക്ക് കിട്ടി കഴിഞ്ഞ് അടിപൊളിയായിരിക്കും. മികച്ചൊരു സ്കൂളിംഗ് തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ രഞ്ജി പണിക്കറിന് കൂടെ രഞ്ജിയറിനോട് അഭിനയിച്ചപ്പോൾ ഇതുപോലെ അദ്ദേഹം നമ്മളിപ്പോ എന്റെ അച്ഛനായിട്ട് മൈക്കിൾ സ്കോഫിയേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് ആലുവക്കാരൻ്റെതായിട്ടുള്ള നമ്മുടെ ഡിക്ഷണറിലായാലും ഡയലക്റ്റിലൊക്കെ ആണെങ്കിലും ചെറിയ സ്ലാങ് ഉണ്ട്, കുറച്ച് സ്ലാങ് തിക്കായിട്ടുള്ള സ്ലാങ് ആണ്. തൃശ്ശൂർക്കാരുടെ പോലെയല്ല, ആലുവയ്ക്ക് ആലുവയുടേതായിട്ടൊരു സ്ലാങ് ഉണ്ട്, ഒരു സ്പീഡ് കൂടുതലാണ്, വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യൂല, ഞങ്ങളിങ്ങനെ കടകടാന്ന് അടിച്ചടിച്ച് പോകും. അപ്പോൾ രഞ്ജിയേട്ടൻ എനിക്ക് ഒന്നൊരു ടിപ്സ് പറഞ്ഞത് എങ്ങനെയാണത് കൺട്രോൾ ചെയ്യേണ്ടത്. ഇത്രയും വർഷമായി സ്ക്രിപ്റ്റ് ചെയ്ത്, ഇത്രയും വർഷമായി ഡയറക്റ്റ് ചെയ്ത്, ഇത്രയും വർഷമായി ഇപ്പൊ ആ ഒരു അറിവുകൾ ഒരാൾ പറയുമ്പോൾ പക്ക നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്കൂളാണ് നമുക്ക് കിട്ടാൻ പോലെ. അവരുടെ കൂടി അങ്ങനെ സ്കൂൾ കിട്ടട്ടെ. സാധാരണ രീതിയിലുള്ള റെഫറൻസ് എങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് മാറുന്നത്? ധീരജ് തന്നെ മാഞ്ഞു പോയി ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അങ്ങനെ മാഞ്ഞു പോകാനൊക്കെ പറ്റി അടിപൊളിയായിരിക്കും. അതായത് സ്ക്രിപ്റ്റ് ആണ് നമുക്ക് ബേസിക്കലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഞാനൊരു ക്യാരക്ടർ കിട്ടി കഴിയുമ്പോൾ ഉടനീളം ഒരു ക്യാരക്ടറാണ്, അതിനെ കുറിച്ച് മാത്രം പറയാം. ഒന്നോ രണ്ടോ സീനിലെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് വെച്ച് പറയാൻ പറ്റില്ല. ഉടനീളമുള്ളൊരു ക്യാരക്ടറാണ്, സ്ക്രിപ്റ്റിൽ ഉടനീളം ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഹയസ്റ്റ് പോയിന്റ്, ലോവസ്റ്റ് പോയിന്റ്, ആ ക്യാരക്ടർ ഏറ്റവും ഹൈ ആവുന്ന ഒരു പോയിന്റ്, ഏറ്റവും ലോ ആവുന്ന പോയിന്റ്, ബാക്കി എല്ലാ പെർഫോമൻസും അതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അങ്ങനെ ഒരു പ്ലോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ കീപ്പ് ചെയ്യും. അപ്പോൾ കൽക്കിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് ഷോൾഡറിൽ ഒരു ഡിപ്പും പരിപാടി ഉണ്ട്. അലസനാണ്. അപ്പോൾ എന്നാൽ കറണ്ട് നെപ്പോളിയനിൽ അദ്ദേഹം ഇതാണ്, അതിനകത്ത് ഒരു ACP ആണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിന് ചെറിയ ഡിഫറൻസ്, ലുക്സിന് ഡിഫറൻസ്, ഇതൊക്കെ നമ്മൾ കുറേ സംഭവത്തിൽ നിന്ന് റെഫറൻസ് പിടിക്കും. ഇന്റർവ്യൂസ് ഞാൻ ഇരുന്ന് കാണും. ഇപ്പൊ ഞാൻ കൽക്കിയുടെ സമയത്ത് ഞാൻ കുറെ ടെക്കികളുടെ ഇന്റർവ്യൂ ഇരുന്ന് കണ്ടു. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇപ്പോൾ നമ്മുടെ സുക്കുംബർഗിന്റെ ഇവരുടെ ഒക്കെ ഇന്റർവ്യൂ കാണുമ്പോൾ ഇവർക്കൊക്കെ ബേസിക്കലി ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ട്. അപ്പൊ അത് ഞാൻ കോപ്പി അടിച്ചു. അപ്പൊ കൽക്കിയിലൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ വെൽഡ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ കഴുത്തിന്റെ ഞാൻ ശരിക്കും വെൽഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും റിയൽ ലൈഫിൽ. അപ്പൊ ക്യാരക്ടറിന് വേണ്ടി ഈ ഒരു സാധനം വരുത്തുന്നത് ആ ഇന്റർവ്യൂ നീ അടിച്ചു മാറ്റിയ ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടതും കേട്ടതുമായിട്ടുള്ള സാധനങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു അതൊക്കെ പ്ലേസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഷൂട്ടിന് മുമ്പുള്ള ടാർഗറ്റ്. സ്ക്രിപ്റ്റ് നോക്കി പഠിച്ച് ക്യാരക്ടറിൽ അപ്പോൾ ഡയറക്ടറോട് സംസാരിക്കും, ഡയറക്ടറായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ വർക്കൗട്ട് ആവും. മിക്കതും അവർക്ക് വർക്കൗട്ട് ആവാറുണ്ട്. അഥവാ വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സജഷൻസ് ചോദിക്കുന്നത് നല്ലതാണ്, ഡയറക്ടറായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്നത് നല്ലതാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻഡ് ഓഫ് ദി ഡേ വണ്ടി മുമ്പോട്ട് ഓടിക്കാൻ പോകണം. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഒരു കമ്മ്യൂണിക്കേഷൻ ഡയറക്ടേഴ്സ് ആക്ടറാണ് എനിക്ക് താല്പര്യം ആവാനായിട്ട്. ഭയങ്കര സുഖം അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി ഇറങ്ങാൻ പോകുന്ന മൂവി ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു ഷൂട്ട് ഒക്കെ പാക്കപ്പ് കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഫിലിമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? റിവീൽ ചെയ്യാൻ സമയമായോ? സമയമായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് ഫസ്റ്റ് വീക്കാണ് അവര് അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് തന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ പേര് പോലും എനിക്ക് പറയാൻ പറ്റണില്ല. അപ്പൊ ഞാൻ എന്ത് പറയാൻ അതിനെ കുറിച്ച്? ഒന്നും പറയണ്ട, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അതും ഒരു വൻ വിജയം തന്നെ ആയി തീരട്ടെ. ഓക്കെ. അതിൽ ഞാൻ ACP ഒരു ക്യാരക്ടറാണ്, നല്ല ക്യാരക്ടറാണ്. സിജു ചേട്ടനാണ് നായകൻ. സിജു ചേട്ടൻ എന്ന് പറയുന്നത് എന്റെ കൂടെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരേ പള്ളിയിൽ കളിച്ചു വളർന്നേക്കുന്ന, തിരുവനാടൊക്കെ ഒരുമിച്ച് കളിച്ചു. അപ്പൊ അതുകൊണ്ട് വീണ്ടും സിജു ചേട്ടനോട് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടിയാണ്. അപ്പൊ അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഫസ്റ്റ് സീനിൽ ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കുന്ന മൂവിയിൽ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. തുടങ്ങാം അദ്ദേഹം ചേട്ടാ തുടങ്ങാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാ ദിവസവും ഷൂട്ട് കഴിയുമ്പോൾ ഈവനിങ് കൂടുതലും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ സിനിമയുടെ എന്തെങ്കിലും നല്ല മൊമെന്റ്സ്. പിന്നെ ഉല്ലാസേട്ടൻ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ഡയറക്ടറാണ്.
ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്താണ് ക്യാരക്ടർ വേണ്ടത് കറക്റ്റ് പറഞ്ഞിരുന്ന ഒരു ക്യാരക്ടർ. രവിയേട്ടൻ ക്യാമറമാൻ, എപ്പോഴും നമ്മൾ ക്യാമറമാനായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര നല്ല സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് നമുക്ക് ഗുണം ചെയ്യും അത്. അപ്പോൾ എനിക്കത് ഇപ്രാവശ്യം അത് പറഞ്ഞു തന്നതും ഈ രവിയേട്ടനാണ് ക്യാമറമാൻ. അപ്പോൾ നല്ല ക്യാമറമാൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് ഈ പടത്തിൽ. അത് സത്യമാണ്, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ക്യാമറ ആയിട്ടുള്ള കോംബോ മുമ്പ് വർക്ക് ചെയ്താൽ നമുക്ക് പേഴ്സണലി ഗുണം ചെയ്യും. തീർച്ചയായും. അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സിനിമകൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഡ്രീം വേഷങ്ങളൊക്കെ ലഭിക്കട്ടെ. ജീവിതം എന്നും ഇങ്ങനെ സുന്ദര സുരഭിലമാവട്ടെ അല്ലേ? ഓ എന്റെ പൊന്നോ, ഇങ്ങനെ ആയാൽ മതി. അതെ അല്ലേ? ഇതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. തീർച്ചയായും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.